വയനാട് വണ്ടിക്കടവ് പ്രദേശത്ത് നിരന്തരം ജനവാസ മേഖലകളിൽ ഇറങ്ങി ഭീതി ഉണർത്തിയിരുന്ന കടുവ ഒടുവിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 1:30-യോടെയാണ് കുടുങ്ങിയത്. WWL 48 എന്ന് തിരിച്ചറിഞ്ഞ ഈ കടുവയാണ് ആദിവാസി മൂപ്പനെ കൊലപ്പെടുത്തിയതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. വളർത്തുമൃഗങ്ങളെ വേട്ടയാടിയിരുന്നതും ഇതേ കടുവയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. 2018 മുതൽ ഈ മേഖലയിൽ WWL 48 കടുവയുടെ സാന്നിധ്യം നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇടയ്ക്ക് കാണാതായിരുന്ന കടുവ അടുത്തിടെയാണ് വീണ്ടും നാട്ടിലിറങ്ങി തുടങ്ങിയത്. പിടികൂടിയ കടുവയെ തിരിച്ചു നാട്ടിലേക്ക് വിടില്ലെന്ന് വനം വകുപ്പ് അറിയിച്ചു. ഏകദേശം 14 വയസ്സ് പ്രായമുള്ള കടുവയ്ക്ക് പ്രായാധിക്യം മൂലം ഇര തേടാനുള്ള ശേഷി കുറഞ്ഞിരിക്കാമെന്നും അതുകൊണ്ടാകും നാട്ടിലിറങ്ങുന്നതെന്നും വിലയിരുത്തുന്നു. ആരോഗ്യ പരിശോധനകൾക്ക് ശേഷം കടുവയെ വനം വകുപ്പിന്റെ സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും. അവിടെ വെറ്റിനറി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നിരന്തര പരിശോധനയും നിരീക്ഷണവും നടത്തും. വണ്ടിക്കടവ് പ്രദേശത്ത് മറ്റു 3 കടുവകളുടെ കൂടി കാൽപ്പാടുകൾ കണ്ടതായി നാട്ടുകാർ ആരോപിച്ചു. നിലവിൽ കടുവകളുടെ പ്രജനന കാലമായതിനാൽ അവ വനം വിട്ട് നാട്ടിലിറങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്ന് വനം വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതിനാൽ കന്നുകാലികളെ മേയ്ക്കാനോ വിറക് ശേഖരിക്കാനോ വനത്തിനുള്ളിലേക്ക് പോകരുതെന്ന് അധികൃതർ കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജനവാസ മേഖലകളിൽ കടുവകളുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.